വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6 മുതൽ താഴേക്കുള്ള വചനങ്ങൾ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് എന്നുള്ള വാക്യമാണ്. ഈ വാക്യവും നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവർക്ക് അർഹമായത് നാം കൊടുക്കണം എന്ന പദമാണ്. ഈ വിഷയം സംബന്ധിച്ച് അനവധി ആളുകൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് അഭിപ്രായങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ നന്മയുടെ ഓഹരി കൊടുക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട്. ചോദിച്ചു വാങ്ങുകയല്ല, മനസ്സോടെ നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നാം മനസ്സോടെ കൊടുത്തിട്ട് അവരെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുന്നവരായിട്ടല്ല, ദൈവത്തിൽ ആശ്രയിച്ച് നൽകിയെന്ന വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയണം എന്നുകൂടി ഒരു പ്രസ്താവനയുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കരുത്, എങ്ങനെ കൊടുക്കണം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മനസ്സില്ല, മനസ്സോടെ നാം കൊടുക്കരുത്. താല്പര്യമില്ലെങ്കിൽ, നമുക്ക് കൊടുക്കുവാനുള്ള മനസ്സില്ല എങ്കിൽ നാം കൊടുക്കരുത്. മറ്റൊന്ന്, നിർബന്ധത്താൽ നാം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നവരായി തീരരുതെന്നും ഓർപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് പ്രയോജനപ്രദമായി തീരുകയില്ല, അത് നമുക്ക് നന്മയാകുകയില്ല എന്നോർപ്പിക്കുമ്പോൾ തന്നെ ഹൃദയപൂർവം താല്പര്യത്തോടെ നാം നൽകുന്നു എങ്കിൽ അത് നമുക്ക് നന്മയാകും. മറ്റൊരു പദം പറഞ്ഞിട്ടുള്ളത്, സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു എങ്കിൽ അതും നിങ്ങൾക്ക് 30, 60, 100 മേനിയായി മടങ്ങി വരുന്നതിന് കാരണമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നാം നിർബന്ധത്താലോ മനസ്സില്ലാതെയോ കൊടുത്ത് അത് നഷ്ടമാക്കി കളയണ്ട എന്നും, താല്പര്യത്തോടും സന്തോഷത്തോടും കൊടുക്കുന്നു എങ്കിൽ അത് ദൈവം ശ്രദ്ധിക്കുകയും അതിന് പ്രതിഫലം ദൈവം നമുക്ക് നൽകുകയും ചെയ്യുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ടെന്ന നിലയിൽ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആ തലത്തിൽ നമുക്കായിത്തീരാം എന്നുള്ളതായ ചിന്തയാണ് പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം താല്പര്യമില്ലാതെയും മറ്റുള്ളവരുടെ നിർബന്ധത്താലും പേരിനും പ്രസിദ്ധിക്കും വേണ്ടി കൊടുക്കുന്നവരായിട്ടല്ല, സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാനും അതെനിക്ക് നന്മയായി തീരുമെന്ന വിശ്വാസത്തോടെ പ്രവർത്തിപ്പാനും നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ,
ഞങ്ങൾ മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയോ അംഗീകാരത്തിനു വേണ്ടിയോ താല്പര്യമില്ലാതെയോ നിർബന്ധത്താലോ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നവരായിട്ടല്ല. കർത്താവിൻ്റെ വേലയ്ക്കെന്നോർത്ത് താല്പര്യത്തോടും സന്തോഷത്തോടും കൊടുക്കുവാനും ആ തലത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.